ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസിൻ്റെ ഈവൻറ്റുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. പല രാജ്യങ്ങളിലും ക്രിസ്മസ് ഈവൻറ്റ് ഒഴിവാക്കിയിരിക്കുകയാണ്. ചില രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഗാനയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം. ഗാനയിൽ ഒരാൾ ഇറങ്ങിയിരിക്കുകയാണ് രംഗത്ത്. അപ്പം ഈ വ്യക്തി ശരിക്കും ഇയാളെ പറയുന്നത് ഞാൻ യേശുക്രിസ്തു ആണെന്നാണ് അവകാശപ്പെടുന്നത്. ഇയാൾ സാക്കൊക്കെ ഇട്ടുകൊണ്ട്, അതായത് ഈ ചാക്ക് വസ്ത്രം, അതാണ് പുള്ളിക്കാരൻ ധരിച്ചിരിക്കുന്നത്. ഭയങ്കര എളിമയുടെ ആൾ രൂപമായിട്ടാണ് പുറത്ത് പ്രത്യക്ഷപ്പെടുന്നത്. പണ്ടൊക്കെ പാസ്റ്റർമാർ ബൈബിളാണ് കയ്യിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ ഇയാൾ ഒരു മൊബൈലാണ് കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഡിജിറ്റൽ ബൈബിൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുള്ളിക്കാരൻ 2024 ഡിസംബറിൽ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രവചനത്തിൻ്റെ ആളാണ്. പ്രവചനം നടത്തിയത് എന്താണെന്ന് വെച്ചാൽ 2025 ഡിസംബറിൽ ലോകം അവസാനിക്കാൻ പോവുകയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരക്കെയുള്ള ഒരു ടെക്നിക്കാണ് ഈ ലോകം അവസാനിക്കാൻ പോകുന്നതെന്നുള്ള സംഭവം. വിശ്വാസം ഒരു പരിധിവരെയൊക്കെ ഓക്കെയാണ്, പക്ഷേ അതിര് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു വെച്ചിരുന്നത് വെച്ചാൽ 2025 ലോകം അവസാനിക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊണ്ടുവരിക. ലോകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ഈ നോവയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ബൈബിളിൽ ഒരു സ്റ്റോറി ഉണ്ട്, നോവയുടെ ഫ്ലഡ്. അപ്പം ആ ഒരു ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഈ ഒരു വിഷയത്തെ കൂട്ടിച്ചേർത്താണ് ഈ ഒരു പ്രവചനം നടത്തിയത്. നല്ല രീതിയിലുള്ള മഴയും വെള്ളപ്പൊക്കവും വരാനുള്ള സാധ്യതയുണ്ട്. ആ നോവയുടെ ചരിത്രം ആവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രവചനമാണ് പുള്ളിക്കാരൻ നടത്തിയത്. അപ്പം അങ്ങനെ 3 പേടകങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. റെഡിയാക്കി വെച്ചാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ രൂപമൊക്കെ കണ്ടല്ലോ. ഇങ്ങനെയാണ് പുള്ളിക്കാരൻ, എളിമയുടെ ആൾ രൂപമാണ്. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ഈ 3 ലക്ഷം പേരിൽ ഇപ്പം ഈ 3 ലക്ഷം പേരെടുത്തും പൈസ, ഈ ഗാനയിലുള്ള ഒരുപാട് ജനങ്ങൾ, ഈ 3 ലക്ഷം പേര് ഇയാളുടെ സഭയിൽപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. അവരെല്ലാം ഉള്ളതെല്ലാം വിറ്റുപിറക്കി ഇയാൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് 3 പേടകങ്ങൾ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവം. ഇനി ഇപ്പുറത്ത് ഞാനൊരു വീഡിയോ വെക്കുന്നുണ്ട്. ആ വീഡിയോ വേറെ ഒന്നുമല്ല, ഇന്നലെ ക്രിസ്മസിന്റെ തലേ ദിവസം ഇയാൾ കഴിഞ്ഞ വർഷത്തെ പ്രവചനത്തിൽ പറഞ്ഞതനുസരിച്ച് ഒരുപാട് ജനങ്ങൾ തിക്കിലും തിരക്കിലൂടെ നടന്നു വരികയാണ് ഈ 3 പേടകത്തിൽ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട്. ആ രംഗമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇയാളുടെ വേറൊരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം. ആ വീഡിയോയിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് $90,000 വില വരുന്ന കാറിലാണ് പുള്ളിക്കാരൻ വന്ന് ഇറങ്ങുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഉടുത്തിയിരിക്കുന്നത് ചാക്ക് വസ്ത്രമാണെന്ന് മാത്രം. അത് ഒരു ഗിമ്മിക്കാണ്, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഗാനയിലുള്ള ഈ ഒരു 3 ലക്ഷം ആൾക്കാരുടെ മാനസികാവസ്ഥയാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മരണം എന്ന് പറയുന്നത് മനുഷ്യനെ തടയാൻ പറ്റുന്ന ഒരു സംഗതി അല്ലല്ലോ. അതൊരു സുപ്രഭാതത്തിൽ നടക്കേണ്ട ഒരു വിഷയമല്ലേ. അപ്പോൾ അത് പിന്നെ ഇപ്പം മരിച്ചാലെന്ത്, കുറച്ച് കഴിഞ്ഞ് മരിച്ചാലെന്ത്? അതിന് വേണ്ടിയിട്ട് ഉള്ള സ്വത്തുക്കളെല്ലാം വിറ്റുപിറക്കി അടുത്ത തലമുറകൾക്ക് പോലും ഉപയോഗപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ പാസ്റ്റർമാരാണെന്ന് പറഞ്ഞ് എഴുന്നള്ളുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ക്രിസ്മസ് ഒക്കെ നമുക്ക് ആഘോഷിക്കാം, അതിൽ യാതൊരുവിധ എതിർപ്പില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു വീഡിയോ കൂടി കണ്ടോളൂ. ഇത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ വലിയൊരു ക്രിസ്മസ് ട്രീ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീയുടെ അടുത്തൂടെ ഒരുത്തൻ വണ്ടി ഓടിച്ച് പോയപ്പോഴത്തേക്കും അവനെ ഇത് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഈ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇവൻ വണ്ടി ഓടിച്ച് പോയവൻ പിന്നീട് പെട്ടെന്ന് ഒരു യൂ ടേൺ ഇട്ടങ്ങ് വരികയാണ്. വന്നിട്ട് ആ ക്രിസ്മസ് ട്രീയുടെ പുറകിൽ 4-5 റൗണ്ട് തലങ്ങും വിലങ്ങും ഇങ്ങനെ അടിച്ചിട്ട് ഡയറക്റ്റായിട്ട് ആ ക്രിസ്മസ് ട്രീയിലേക്ക് തന്നെ ഹിറ്റ് ചെയ്ത് അതിനെ കൊളാപ്സ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. അവസാനം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് എൻ്റെ വാഹനത്തിന് ബ്രേക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ഉത്തരമാണ് അവിടെ കൊടുത്തത്. പിന്നെ ഇതൊക്കെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള രാജ്യങ്ങളാണ്. അവിടെയൊക്കെ ഇതിന് അത്രത്തോളം ആ ഒരു എഫക്റ്റീവ്നെസ്സേ ഉള്ളൂ. അപ്പം ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ വിഷയങ്ങളാണ്. യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും ഭീകരവാദികളെ പേടിച്ചിട്ട് ക്രിസ്മസ് ഈവന്റുകൾ തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഈ ഗാനയിലുള്ള ഈ ഒരു പാസ്റ്ററിന്റെ പേര് യബോൺ നോവ എന്നാണ്. ഇവന്റെ പേര്. ഞാനാണ് അടുത്ത യേശുക്രിസ്തു എന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലൂംബർഗ് യൂറോപ്യൻ മാധ്യമം ഇന്ത്യയെക്കുറിച്ച് നല്ല രീതിയിൽ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് ഇൻസൈറ്റ്സ് ഗ്ലോബൽ മലയാളത്തിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി, കോക്ടെയിൽ ബോംബ്, അത്ര മനസ്സിലാക്കിയാൽ മതി. അതിൽ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. കാരണം അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ഈ ഒരു ലൈനിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് അവിടെ പല സ്ഥലങ്ങളിലും ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഈ ബോംബ് ഉപയോഗിച്ച് അവിടെ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബംഗ്ലാദേശിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ത്യ അവിടെ ഒരു ആക്രമണം നടത്തും എന്നുള്ളതിലുപരിയായിട്ട്, കാരണം ഇന്ത്യൻ ജവാനെയൊക്കെ അവർ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിലുപരിയായിട്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തന്നെ അവാമി ലീഗ് പാർട്ടി ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അവാമി ലീഗ് പാർട്ടിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ ഇലക്ഷനിൽ മത്സരിപ്പിക്കില്ല എന്നുള്ളത് ഇവർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്.
അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് യൂനസ് ഒന്നെങ്കിൽ ഇലക്ഷൻ ക്യാൻസൽ ചെയ്യും, അഥവാ ഇലക്ഷൻ നടക്കുന്നെങ്കിൽ അവാമി ലീഗിന് മത്സരിക്കുകയും വേണം. ഇതാണ് അവാമി ലീഗിന്റെ നിലപാട്. ഇലക്ഷൻ വേണം, അതിൽ അവാമി ലീഗ് മത്സരിക്കുകയും വേണം. ഇതാണ് അവാമി ലീഗ് പാർട്ടിയുടെ നിലപാട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ. പക്ഷേ യൂനസിനെ സംബന്ധിച്ചിടത്തോളം അവാമി ലീഗ് മത്സരിക്കുന്നെങ്കിൽ ഇലക്ഷൻ വേണ്ട എന്നുള്ളതാണ് യൂനസിന്റെ നിലപാട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എത്രത്തോളം ഇന്ത്യ വിരുദ്ധത അവിടെ ശക്തിപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലേക്ക് അത് ശക്തിപ്പെടുത്തി ആ ഒരു ടൈമിലേക്ക് ഇലക്ഷൻ വെക്കുക എന്നുള്ളതാണ് യൂനസിന്റെ ഒരു നിലപാട്. അവിടെ ഈ ഒരു ബോംബ് ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, 5ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യക്കുള്ളിലാണെങ്കിൽ ജമ്മു കശ്മീരിൽ, ഡൽഹിയിൽ, കൊൽക്കത്തയിൽ ഇത്രയും സ്ഥലങ്ങളിലും ബംഗ്ലാദേശിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും. ചിറ്റഗോങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം, ഈ ചിറ്റഗോങ് എന്ന് പറഞ്ഞാൽ അർക്കൻ ആർമി ആ ഒരു സ്ഥലമില്ലേ, മ്യാൻമറിന്റെ ആ ഒരു ഏരിയ, ആ ഒരു വാല് പോലെ താഴോട്ട് കിടക്കുന്ന ഏരിയ, ആ ഏരിയയുമായിട്ട് വളരെ അടുത്ത് കോക്സ് ബസാർ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചപ്പുറത്ത് നീങ്ങിയിരിക്കുന്ന അഗർത്തലയ്ക്കും ഈ കോക്സ് ബസാർ, അർക്കൻ ആർമി ആ ഒരു ഏരിയയ്ക്കും ഒത്ത മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ ചിറ്റഗോങ്. അപ്പോൾ ഈ ചിറ്റഗോങ്ങിൽ ഒരു പോർട്ടും കൂടിയുണ്ട്. ഈ ചിറ്റഗോങ് എന്ന് പറയുന്നത് കുറച്ച് ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 30% ആൾക്കാർ ചിറ്റഗോങ്ങിൽ നിന്നും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ അഗർത്തലയുമായിട്ട് ചേർത്ത് വെച്ചോളൂ, ഞങ്ങൾ ഇന്ത്യയോടൊപ്പം ചേർന്നോളാം. ഇവിടെ അഗർത്തല മനസ്സിലായല്ലോ, അഗർത്തല ചിറ്റഗോങ് ഏരിയയുമായിട്ട് ഞങ്ങളെ അങ്ങ് ഇന്ത്യയോടൊപ്പം ചേർക്കും എന്നുള്ള രീതിയിലുള്ള നിലപാടുകളും അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഒരു 30% ആൾക്കാർ ചിറ്റഗോങ് എന്ന് പറഞ്ഞ ബംഗ്ലാദേശിന്റെ പ്രൊവിൻസിൽ നിന്നും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇത് ശരിക്കും ബംഗ്ലാദേശ് സർക്കാരിനെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മതഭരണകൂടത്തിനെയും അതേപോലെ ഈ ജമാഅത്ത് ഇസ്ലാമിയെയും അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ മൈനോറിറ്റികൾക്കെതിരെ തുടരെ അതിക്രമങ്ങൾ നടത്തുന്ന, ഇൻക്ലൂഡിംഗ് ദിബു ചന്ദ്രദാസ് എന്ന് പറഞ്ഞ ആ ഒരു ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 8 പേരെയും ബംഗ്ലാദേശിന്റെ സർക്കാർ റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്ത് സർക്കാർ? താൽക്കാലിക ഭരണകൂടം റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തില്ലേ? ഇവർ ചെയ്തത് കൊലപാതകമല്ലേ? എന്താണ് ഇവർ ചെയ്ത കുറ്റം? ശരിക്കും ഇവർ ചെയ്തത് പുണ്യപ്രവൃത്തിയാണോ? അപ്പോൾ മൈനോറിറ്റികൾക്ക് എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ബംഗ്ലാദേശ് ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നത്? 8 പേരെയും ഒരു രീതിയിലുള്ള കേസും എടുക്കാണ്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കി കാണേണ്ടത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പ്രൊമോട്ട് ചെയ്യാണ്, നിങ്ങൾ എത്ര വേണമെങ്കിലും മൈനോറിറ്റികളെ ഉപദ്രവിച്ചോളൂ എന്നുള്ളൊരു ലൈസൻസ് ആയിട്ടാണ് ഇതിനെ കരുതാൻ പറ്റുന്നത്. യുവമാർക്കാണ് അരിയും പലവ്യഞ്ജന സാധനങ്ങളും പച്ചക്കറിയും സവാളയൊക്കെ കൊടുത്തയക്കുന്നത് ഇന്ത്യ. എല്ലാ ദിവസവും കൊടുത്തോട്ടെ, ഇനിയും കൊടുക്കട്ടെ. അല്ല, പോഷകാഹാര കുറവുണ്ട് അവർക്ക്. അപ്പോൾ അത് ഒന്ന് നിവർത്തിയാക്കിയിട്ട് വേണം വീണ്ടും ഇന്ത്യക്കെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കാൻ. ഇനി നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കി കഴിഞ്ഞാൽ മോസ്കോയ്ക്കുള്ളിൽ വീണ്ടും ഒരു കാർ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉക്രൈനാണ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ഈ ഒരു വാഹനം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തി, ഡ്രോൺ അറ്റാക്കാണ് നടത്തിയത്. ഡ്രോൺ അറ്റാക്ക് നടത്തി ഇവരെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം റഷ്യ ഒന്നും മിണ്ടിയില്ല. റഷ്യ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റേറ്റ്മെന്റ് ആദ്യം പുറത്തു വന്നത്. ഉക്രൈൻ പറഞ്ഞത് ഈ 2 പോലീസുകാരും ഏറ്റവും കൂടുതൽ വാർ ക്യാപ്റ്റിവിറ്റിയിൽ പിടിച്ചോണ്ട് പോകുന്ന ഉക്രൈനിയൻസിനെ ബ്രൂട്ടലായിട്ട് ഇവരാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഉക്രൈന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. റഷ്യ കൂടുതൽ കെയർഫുൾ ആവേണ്ടതുണ്ട്. റഷ്യക്കുള്ളിൽ ഇന്ന് 2000 ഫോറിനേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റഷ്യ. അവരുടെ ഇന്റലിജൻസ് വിവരപ്രകാരമാണ് ഈ ഒരു അറസ്റ്റ് അവർ നടത്തിയത് എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉക്രൈൻ ഇങ്ങനെ വാടക കൊലയാളികളെ വെച്ച് റഷ്യക്കുള്ളിൽ രൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങൾ, അതിഭീകരമായ നിലയിലുള്ള തീവ്രവാദ നടപടികളിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് റഷ്യ കുറച്ച് പാനിക് മോഡിലാണെന്നാണ് തോന്നുന്നത്. ആ പാനിക് മോഡിലാണ് ഏറ്റവും കൂടുതൽ, അതായത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു നിലപാടാണ് റഷ്യ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2000 പേരെ ഒറ്റ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോളണ്ടിൽ നാറ്റോയും യൂറോപ്പും കൂടി ചേർന്ന് അവരെ ഒരു ഡിഫൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഡിഫൻസ് മെക്കാനിസം ഒരുപക്ഷെ റഷ്യക്കെതിരെയുള്ള ഒരു സ്ട്രാറ്റജി ആവാം. അതായത് 40ലധികം ഫൈറ്റർ ജെറ്റുകൾ പോളണ്ടിലേക്ക്, അതായത് റഷ്യയെ എയിം ചെയ്തുകൊണ്ട് തന്നെയാണ് പോളണ്ടിലേക്ക് ഒരു കോർഡിനേഷൻ, അതായത് ഒരു കമാൻഡ് കൊടുത്താൽ മതി ഈ 40 ഫൈറ്റർ ജെറ്റുകളും അവിടെ ഗ്യാദർ ചെയ്യുന്ന രീതിയിൽ പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലുപരിയായിട്ട് അമേരിക്കയിൽ നിന്ന് മാത്രം 8 ലോഡ് കാർഗോ ഷിപ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇത് ശരിക്കും നാറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈ ആണോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു പോളണ്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഈ ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പോലത്തെ അതേ ഒരു സംവിധാനം നാറ്റോയ്ക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ അത് ഉക്രൈനിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ എന്ത് തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. കൂടുതലായിട്ട് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രാഥമികമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഇസ്രായേൽ ആണെങ്കിൽ സൗത്ത് ലെബനാൻ ഭാഗത്ത് ഒരു മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് ഹിസ്ബുള്ളയുടെ താവളങ്ങളെയാണ് ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നത്. അതേപോലെ ഗാസയെക്കുറിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ കയ്യിലാണ് നെക്സ്റ്റ് ഫേസ് ആ ഒരു പീസ് ഡീൽ ഉള്ളത്. ഹമാസ് ആണ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഹമാസ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫേസിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസാം ചെയ്യണം, അതായത് ആയുധം താഴെ വെക്കണം. എന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ഫേസിലേക്ക് നമ്മൾ പോകാൻ പറ്റുക എന്നുള്ളത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു, അതുകൊണ്ട് സെക്കൻഡ് ഫേസ് ഡീൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനത്തെ അനുമാനങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ നിലപാട്. വെനിസുലയുടെ പ്രസിഡന്റ് നിക്കോളസ് മദുറോ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്,
ഞാൻ ഈ രാജ്യത്തിനെ 1.7 ട്രില്യൺ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഞാൻ ഇതിനെ വളർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന എഫേർട്ട് ചെറുതല്ല. അതും അമേരിക്കയുടെ സാങ്ഷൻസ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ. അമേരിക്കയുടെ സാങ്ഷൻസ് മാത്രം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അമേരിക്കയ്ക്ക് ഈക്വൽ ആയിട്ട് വെനിസുലയെ വളർത്തിയെടുത്തേനെ എന്നുള്ള ഒരു നിലപാട്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ ആവർത്തിച്ച് പറഞ്ഞു വെച്ചത്. അത് വേണമെങ്കിൽ ഒരു പരിധിവരെ ഈ സാങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇത്രത്തോളം തടസ്സങ്ങൾ ഉണ്ടായിട്ടും വെനിസുല ഈ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് വേണമെങ്കിൽ ആ നേതാവിനെ അപ്രിഷ്യേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പാകിസ്ഥാൻ തുർക്കിയോടൊപ്പം ചേർന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കുറച്ച് കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട വിഷയമാണിത്. അതായത് ഈ ഐസിസ് ഭീകരന്മാരെ പിടിക്കാൻ എന്നുള്ള നിലയിൽ തുർക്കിയുടെ ആർമി പാകിസ്ഥാന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു അലേർട്ടാണ്. ഇന്ത്യ വളരെ കരുതലോട് ഇതിനെ മോണിറ്റർ ചെയ്യാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആരുടെ പേരിലായാലും, അതായത് ISIS എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഇന്നോ ഇന്നലെയോ ഉണ്ടായ സംഗതിയല്ല. അത് കുറെ വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ഭീകരവാദത്തിനെ വളർത്തിയെടുക്കുന്നതിൽ പാകിസ്ഥാനിലുള്ള പങ്ക് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഇന്ന് ആഗോളതലത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന പല തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും അടിവേര് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനാണ്. അപ്പോൾ അതിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് തുർക്കി, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളാണെങ്കിലും അതിനെ വളരാൻ വേണ്ടി അതിന്റെ ഗ്രോത്തിൽ നിർണായക പങ്ക് വഹിച്ചത് പാകിസ്ഥാനാണ്. അപ്പം ആ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് തുർക്കി വന്നിട്ട് ഏത് ഭീകരന്മാരെ പിടിക്കാനാണ്? അവിടെ ഉള്ളതെല്ലാം ഭീകരന്മാർ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഭീകരനെ പിടിക്കുന്നുവെങ്കിൽ ആദ്യം അസീം മുനീറിനെയാണ് പിടിക്കേണ്ടത്. പിന്നെ ISIയുടെ തലപ്പത്തിൽ ഒരു അലിയുണ്ട്, അവനെയും കൂടിയാണ് പിടിക്കേണ്ടത്. ഇവരെയൊക്കെ വിട്ടിട്ട് അവനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അതൊരു സൈഡിലിരിക്കെ ഇന്ത്യ വളരെ ജാഗ്രതയോടെ ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. കാരണം തുർക്കി വളരെ അടുത്ത് ഇന്ത്യയുടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഗ്രീസിലേക്ക് ഇന്ത്യയുടെ വാർഷിപ്പ് നേവൽ എക്സസൈസിന് പോയ സമയത്ത് തുർക്കി എങ്ങനെയാണ് ഇന്ത്യയെ കൺഫ്രണ്ട് ചെയ്ത് നിന്നിരുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു ബോധ്യപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മറ്റൊരു സൈഡിലേക്ക് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് തുർക്കി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വിഷയമാണിത്, സെൻസിറ്റീവ് ആണ്. വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടും. ഇനി തയബെർദഗൻ, ഇയാൾ തന്നെ ഭീകരവാദികൾക്ക് വളരെയധികം പിന്തുണ നൽകുന്ന ഒരു വ്യക്തിയാണ് തയബെർദഗൻ. തയബെർദഗൻ ഇന്ന് ഭയങ്കരമായിട്ടുള്ള സ്പീച്ച് എന്താണെന്ന് പറഞ്ഞാൽ, തുർക്കി നമ്മുടെ രാജ്യം ആർക്കും തന്നെ ഒരു രീതിയിലും ഒരു ജനതയ്ക്കും ലോകത്തുള്ള ഒരു ജനങ്ങൾക്കും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാത്ത ഒരു രാജ്യമാണ് തുർക്കി. ആര് വന്നാലും നമ്മൾ അവർക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. യഹൂദർക്ക് വരെ നമ്മൾ സെറ്റിൽമെന്റ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കാക്കാസിയൻസ്, ഏഷ്യൻസ്, അങ്ങനെ പല സെക്ടുകളുടെ പേര് പുള്ളിക്കാരൻ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ അവസാനം പറയുന്നത് ഗാസ വിഷയത്തിൽ നോ കോംപ്രമൈസ്. അതിന് ഇസ്രായേൽ അവർ വർഗീയവാദികളാണ്, തുർക്കി വർഗീയവാദികളല്ല. നമ്മൾ പലർക്കും ഇവിടെ നമ്മൾ പല റെഫ്യൂജികൾക്കും നമ്മൾ ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇസ്രായേലിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന തയബെർദഗൻ ഇസ്ലാമിക് ഓറിയന്റഡ് ആയിട്ടാണ് ഈ കൺട്രി ഉള്ളത്, ഇസ്ലാമിക് കൺട്രി ആയിട്ടാണ് മാറി നിൽക്കുന്നത്. ഹാഗിയ സോഫിയ എന്ന് പറഞ്ഞ ചർച്ച് മോസ്ക് ആയിട്ട് മാറ്റി വീണ്ടും. അപ്പൊ ആ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന തയബെർദഗന് എന്ത് അവകാശമാണ് ഇങ്ങനെ ഞങ്ങൾ ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല എന്ന് പറയാൻ? ഈ ഇടയ്ക്ക് പോപ്പ് ലിയോ തുർക്കി സന്ദർശിച്ചിട്ട് ആ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ വിസമ്മതിച്ചു. അതിന് കാരണം എന്താണ്? അതൊരു മുസ്ലിം പള്ളിയായിട്ട് മാറ്റിയത് കൊണ്ടാണ്. അതൊരു പ്രതിഷേധമാണ്. ശരിക്കും പറഞ്ഞാലും ആ ഒരു പ്രതിഷേധത്തിന് പോലും വഴിയൊരുക്കിയ ആളാണ് തയബെർദഗൻ. ഈ തയബെർദഗൻ വരുന്നതിന് മുമ്പ് ആ ഹഗിയ സോഫിയ എന്ന് പറയുന്നത് ഒരു മ്യൂസിയം ആയിരുന്നു, ഒരു മോണിമെന്റ്. ആ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു മോണിമെന്റ് ആയിരുന്നു അത്. കാരണം അത് പണിതത് കോൺസ്റ്റാന്റൈൻ ആണല്ലോ. അപ്പം ആ രീതിയിൽ കാര്യങ്ങളെയൊക്കെ വളച്ചൊടിച്ച് തയബെർദഗൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തുർക്കിയിലെ ജനത അതിനെ കൈയടിച്ച് ക്ലാപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം എന്നുള്ളതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ അതിനകത്ത് കാണേണ്ടതില്ല. ഒരു പ്രസക്തിയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രസംഗമാണ്. ഗ്ലോബൽ ജനത അതിനെ നോക്കി കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുർക്കിക്കാർക്ക് അത് വല്ലാത്ത രീതിയിലുള്ള ഗൂസ് പംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ ഒരു പ്രസംഗമാണ് തയബെർദഗൻ അവിടെ കാഴ്ചവെച്ചത്. അപ്പോൾ എന്തായാലും കുറെ ഗ്ലോബൽ ഹാപ്പനിങ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.